അപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ്രോയിഡ് എന്ന സീരീസിലെ പാർട്ട് 5th വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കാനിങ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്കാനിങ് എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾ nmap എന്നുള്ള ടൂളായിരിക്കും. അപ്പോൾ ആദ്യം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും, പിന്നെ അതിന് ശേഷം അത് ഉപയോഗിക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാണ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇത് ഒരു സീരിയസ് ആയിട്ട് പോകുന്ന ക്ലാസ്സാണ്. അപ്പോൾ ആദ്യം തൊട്ടേ കാണുക, അതായത് പാർട്ട് 1 തൊട്ടേ കാണുക. ഇതിപ്പോൾ 5th വീഡിയോ ആണ്, എത്തിക്കൽ ഹാക്കിംഗ് ആൻഡ്രോയിഡിലെ 5th വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് nmap ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഉപയോഗിച്ച ഡാർക്ക് ഫ്ലൈ എന്നുള്ള ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഡാർക്ക് ഫ്ലൈ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ഒന്ന് റൺ ചെയ്യാം. അതിനുശേഷം ഷോ ഓപ്ഷൻസ് എന്നുള്ള ഇത് കൊടുക്കുക, അതായത് 1 കൊടുത്ത് എൻ്റർ കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് nmap എന്നുള്ള ടൂളാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ എത്രയാണെന്ന് നമ്മൾ നോക്കുക, അതായത് 34 ആണ് നമ്പർ. ഇപ്പോൾ 34 ആണ് നമ്പർ, അതായത് 34 എന്ന് കൊടുക്കുക, അതിനുശേഷം എൻ്റർ കൊടുക്കുക. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ nmap നമ്മുടെ ടെർമിക്സിലോട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ Ctrl+C അടിച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ക്ലിയർ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്കാനിങ് ആണ്. ഇപ്പോൾ നമ്മൾ nmap ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഇനി നമുക്ക് സ്കാനിങ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ IP അഡ്രസ് ആദ്യം ഏതാണെന്ന് അറിയണം. അതിനായിട്ട് if config എന്നുള്ളൊരു കമാൻഡ് അടിക്കുക, അതിനുശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ IP അഡ്രസ്സ് 192.168.1.4 ആണ് നമ്മുടെ IP അഡ്രസ്സ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഇപ്പോൾ ഞാനിപ്പോൾ വൈഫൈയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വൈഫൈയിൽ ആരുടെയൊക്കെ ഡിവൈസസ് ഉണ്ടോ അവരുടെയൊക്കെ IP അഡ്രസ്സ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് nmap -sn എന്ന് പറയുമ്പോൾ സബ്നെറ്റ് സ്കാനിങ് ആണ്. അതായത് നമ്മുടെ വൈഫൈയിൽ ആരൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ IP അഡ്രസ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ -sn കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ IP അഡ്രസ്സ് ആദ്യം അടിക്കുക. അതിനായിട്ട് നമ്മുടെ IP അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, അതിനുശേഷം പേസ്റ്റ് ചെയ്യുക. അവസാനത്തെ നമ്പർ മാറ്റി 0 കൊടുക്കുക. അതിനുശേഷം /24. ഇപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നത് വെച്ചാൽ 24 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കണ്ട നെറ്റ് മാസ്ക് എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ കണ്ട ഒരു 255 അതിൻ്റെ വാല്യൂ ആണ് 24. അപ്പോൾ ഒന്നുമില്ല, അവസാനത്തെ നമ്പർ മാറ്റി ഒന്ന് 0 ആക്കുക. അതിനുശേഷം /24 എന്ന് കൊടുക്കുക. അതിനുശേഷം ഒന്ന് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സബ്നെറ്റ്, അതായത് നമ്മുടെ വൈഫൈയിനകത്തുള്ള എല്ലാവരുടെയും IP അഡ്രസ്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ കണ്ടോ 192.168.1.1, 1.4, 1.7 എന്നുള്ള 3 IP അഡ്രസ്സ് ഇറപ്പുണ്ട്. അപ്പോൾ 1.4 എന്താണെന്നറിയാം, അത് നമ്മുടെ IP അഡ്രസ്സ് ആണ്. ഇനി നമുക്ക് ചെയ്യുള്ളത് 1.1ഉം 1.7ഉം നോക്കിയാൽ മതി. അപ്പോൾ 1.7 നോക്കിയിട്ട് കാര്യമില്ല, കാരണം അതിനകത്ത് അതുവഴി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇപ്പോൾ നമുക്ക് IP അഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ സബ്നെറ്റിലുള്ള എല്ലാവരും IP അഡ്രസ്സ് കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് nmap -ST. അപ്പോൾ ST എന്ന് പറയുന്നത് TCP സ്കാൻ, അതായത് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന IP അഡ്രസ്സിൽ എന്തെങ്കിലും പോർട്ടോ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണോ നോക്കുന്നതാണ് ST എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ST കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് IP അഡ്രസ്സാണോ സ്കാൻ ചെയ്യേണ്ടത് അത് ചുമ്മാ കൊടുക്കുക, എൻ്റർ കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ റിസൾട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ അതിനകത്ത് എത്ര പോർട്ട് ഓപ്പൺ ആണെന്നാണ് കാണിക്കുന്നത്. 21 എന്നുള്ള പോർട്ടിൽ FTP എന്ന് പറയുന്ന ഒരു സർവീസ് ഓപ്പൺ ആണ്. അങ്ങനെ 22 എന്നുള്ള പോർട്ടിൽ SSH ഓപ്പൺ ആണ്. അങ്ങനെ കുറച്ച് പോർട്ട്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ്. സോ അപ്പോൾ ഇതേപോലത്തെ പോർട്ടിലൂടെയാണ് നമ്മൾ ഓരോ സിസ്റ്റവും ഹാക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിപ്പോൾ 1.1 ആണ്, അതായത് എൻ്റെ വൈഫൈയുടെ IP അഡ്രസ്സ് ആണ് ഈ കാണിക്കുന്നത്. സോ അപ്പോൾ വൈഫൈയിലാണ് ഇത്രയും പോർട്ട്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി കിടക്കുന്നത്. ഇപ്പോൾ ഒരു ആൻഡ്രോയിഡിൻ്റെ IP അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും പോർട്ട്സോ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണെന്ന് നോക്കും. അതിനുശേഷം നമ്മൾ പോർട്ട് വഴിയാണ് നമ്മളിത് ഹാക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വൈഫൈൻ്റെ IP അഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്താണ് ഇത്രയും പോർട്ട്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി നോക്കുന്നത്. സോ അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് സെയിം കമാൻഡ് തന്നെ അടിക്കുക. അതിനുശേഷം ഇവിടെ ഒരു -s കൊടുക്കുക. അതിനുശേഷം V ഒന്ന് കൊടുക്കുക, ക്യാപിറ്റൽ V കൊടുക്കുക. അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ പോർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തോളൂ. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ V കൊടുത്ത് അടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അധികം കിട്ടും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ട നേരത്തെ കിട്ടിയതിനല്ല കുറച്ചുകൂടെ അധികം ഡീറ്റെയിൽസ് ഇടാതെ ഇപ്പോൾ ഇവിടെ അതിൻ്റെ വൈഫൈയുടെ ആണല്ലോ, മോഡത്തിൻ്റെ ആണല്ലോ IP അഡ്രസ്സ്. സോ അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ വേർഷൻസും കാര്യങ്ങളൊക്കെ കിട്ടി. ഡ്രോബിയർ, SSH അങ്ങനത്തെ SSH ആണ്. പിന്നെ FTP എന്ന് പറയുമ്പോൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ്. സോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും SSHും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്.
കുറച്ചുകൂടെ അധികം, ഇപ്പോൾ സർവീസ് ഇൻഫോ, പിന്നെ ഏത് കാണലാണെന്ന് അങ്ങനെ കുറച്ചുകൂടെ അധികം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. അതിനുശേഷം ഇനി നമുക്ക് ഒരു സ്കാനിങ് കൂടെ ചെയ്യാം. അതായത് nmap നമ്മൾ ചെയ്ത സെയിം സംഭവം തന്നെയാണ്, അത് എല്ലാം കൂടെ ഒറ്റ ഒരെണ്ണത്തിൽ വരുന്നത്. അതായത് -s പിന്നെ C ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ TCP സ്കാൻ ചെയ്ത് അങ്ങനെ കുറച്ച് സ്കാനൊക്കെ ചെയ്ത് അപ്പോൾ എല്ലാം കൂടെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ജസ്റ്റ് ഈ SC എന്ന് മാത്രം കൊടുത്താൽ വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, എല്ലാം കൂടെ ഒറ്റ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ട്. അതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് നമ്മുടെ IP അഡ്രസ്, നമുക്ക് ഏത് IP അഡ്രസ് ആണ് സ്കാൻ ചെയ്യേണ്ടത് അതൊന്ന് കൊടുക്കുക. അതിനുശേഷം എൻ്റർ കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ സ്കാനിങ്ങും ചെയ്തിട്ടുണ്ട്. അതായത് പോർട്ട് കാര്യങ്ങൾ ഓപ്പൺ ആണോ നോക്കി, പിന്നെ കൊടുത്ത വേർഷൻ്റെ ഓപ്ഷൻസ് വന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നു. അതാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ ഉപകാരം. അപ്പോൾ നമ്മൾ ആകെ 2 ചെയ്തോളൂ. പിന്നെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അഗ്രിഗേഷൻ സ്കാൻ അങ്ങനെ കുറേ സ്കാനിങ് വരും. ഇപ്പോൾ എല്ലാം കൂടെ ഒറ്റ ഒരു ഇതിനകത്ത് വരും. -S C അടിക്കുമ്പോൾ. സോ പിന്നെ അത് ഇപ്പോൾ FTP ഓപ്പൺ ആണ്, SSH ഓപ്പൺ ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ്. സോ അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് ഹാക്ക് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ കാണും. സോ അപ്പോൾ എല്ലാം കൂടെ ഒറ്റ വീഡിയോയ്ക്കകത്ത് വരികയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് സ്കാനിങ് മാത്രമേ ഉള്ളായിരിക്കും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.